നമസ്കാരം. മുഖ്യമന്ത്രിയെ കുരുക്കി കെ.എം. എബ്രഹാം. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI അന്വേഷണം നേരിടാനൊരുങ്ങുന്ന മുൻ ചീഫ് സെക്രട്ടറിയാണ് കെ.എം. എബ്രഹാം. കെ.എം. എബ്രഹാം ഇതാ വളഞ്ഞ വഴിയിൽ പ്രതിരോധം തീർക്കുകയാണിപ്പോൾ. കാരണം നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള എബ്രഹാം തൻ്റെ ന്യായീകരണങ്ങൾ നടത്തുന്നത്, അത് നിരത്തുന്നത് കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശം എന്ന പേരിലയച്ച ഇമെയിലിലൂടെയാണ്. സ്വയം രാജിവെക്കില്ല എന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കെ.എം. എബ്രഹാം അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ. കിഫ്ബിയുടെ തുടക്കകാലം മുതൽ CEO ആയിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ് കെ.എം. എബ്രഹാം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതിയുടെ നടപടിയെ സധൈര്യം നേരിടുമെന്ന്, അപ്പീലിന് പോകുമെന്നും ഉള്ള സൂചനകൾ കൂടി കെ.എം. എബ്രഹാം ജീവനക്കാർക്കയച്ച ഇമെയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തനിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ള ഹർജിക്കാരൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ അദ്ദേഹം നടത്തിയ ഗൂഢാലോചനയാണ് ഇത് എന്നുള്ള ആരോപണം കൂടി എബ്രഹാം പറഞ്ഞു വെക്കുന്നു. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ PW റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയെന്നും അപ്പോൾ അതിൻ്റെ ഒരു ശത്രുത ഈ ജോമൻ പുത്തമ്പുരയ്ക്കലിന് തന്നോടുണ്ട് എന്നും ആണ് ജീവനക്കാർക്കുള്ള വിശദീകരണത്തിൽ കെ.എം. എബ്രഹാം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തനിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസ് മേധാവിയായിരുന്ന മുൻ DGP ജേക്കബ് തോമസിനെതിരെയും കൂടി കെ.എം. എബ്രഹാം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് തനിക്കെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നേരത്തെ 20 കോടി തിരിമറി നടത്തിയത് താൻ കണ്ടെത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ കിഫ്ബിയുടെ CEO സ്ഥാനം രാജിവെച്ചാൽ അപ്പോൾ ഇവർക്ക് വിജയം സമ്മാനിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നുകൂടി പറയുന്നു. ഹൈക്കോടതി വിധി നിർഭാഗ്യകരമാണ് എന്നും ഇത് ഹർജിക്കാരന് അനാവശ്യ വിശ്വാസ്യത നൽകുകയാണ് എന്ന് കൂടി എബ്രഹാം പരിതപിക്കുന്നുണ്ട്. അപ്പോൾ ഹൈക്കോടതി വിധിയുടെ വിശ്വാസ്യതയിലും ഈ മുൻ ചീഫ് സെക്രട്ടറി സംശയം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ സ്വത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഹാജരാക്കിയ രേഖകൾ, ആ രേഖകൾ കോടതി പരിശോധിച്ചോ എന്ന് സംശയമുണ്ട് എന്നുകൂടി വിധിയെ വിമർശിച്ചുകൊണ്ട് കെ.എം. എബ്രഹാം പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ വസ്തുതകളും രേഖകളുമൊക്കെ പരിശോധിക്കാതെ കോടതി അനുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും ഓരോ രൂപയ്ക്കും കണക്ക് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് താൻ എന്നും തൻ്റെ ഭാര്യയുടെ അക്കൗണ്ടിലെ രേഖകൾ അത് പൂർണ്ണമായി പരിശോധിച്ചില്ല എന്നുകൂടിയുള്ള വിമർശനവും കൂടി എബ്രഹാം ഉന്നയിക്കുന്നുണ്ട്. കൊല്ലത്ത് പിന്നെ കെട്ടിടം പണിയുമായിട്ട് ബന്ധപ്പെട്ട് അത് താനും തൻ്റെ സഹോദരന്മാരും തമ്മിലൊരു ധാരണാപത്രം അനുസരിച്ചാണ് എന്നുകൂടി ഹൈക്കോടതി വിധിക്ക് ഒരു മറുപടിയായിട്ട് കെ.എം. എബ്രഹാം തൻ്റെ ജീവനക്കാരോട് വിശദീകരണക്കുറിപ്പിൽ പറഞ്ഞു വെക്കുമ്പോൾ അതിലെന്തൊക്കെയോ ഒളിക്കാനുണ്ട് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ വിശദീകരണങ്ങൾ കൊണ്ടൊന്നും ചെയ്ത തെറ്റ് തെറ്റല്ലാതാകുന്നില്ല എന്നത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ആൾ തന്നെയാണ് ഇതേ കെ.എം. എബ്രഹാം. എങ്കിലും പഴുതുകൾ അടച്ച് രക്ഷപ്പെടുവാനുള്ള കുറുക്കുവഴികൾ അത് തേടുകയാണിപ്പോൾ ഈ പിണറായി ഭക്തൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആരൊക്കെ കാരാഗ്രഹത്തിൽ ആകാതിരിക്കാൻ ഒത്താശ ചെയ്താലും ഒരു നാൾ നിയമത്തിൻ്റെ കുരുക്കിൽ പെടുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ നിന്നും പുറത്തു വരുവാൻ ഏറെ കഷ്ടപ്പെടേണ്ടി വരും എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് വക തേടിയിട്ട് സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിൻ്റെ ന്യൂജൻ തന്ത്രങ്ങൾ വരെ പയറ്റുന്ന പുതിയ വനിതാ സമരക്കാരും അഷ്ടിക്കലയുന്ന പഴയ ആശാവർക്കർമാരും വയറുമുറുക്കി ജീവിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് കോടികൾ അടിച്ചു മാറ്റി എബ്രഹാം മുതലാളി ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നാണക്കേടാണ് മുതലാളി എന്നുകൂടി പറയട്ടെ. അപ്പോൾ അവരെപ്പോലുള്ളവരെ സഹായിക്കാൻ ഉന്നതന്മാരുടെ ഒരു പട തന്നെ ഇവിടെ ഉണ്ട്. എന്നാൽ പാവങ്ങളുടെ കണ്ണീര് കാണുവാൻ ഒരു സർക്കാരും ഉന്നതന്മാരും ഒരു നിയമങ്ങളും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. കെ.എം. എബ്രഹാം ആരെയാണോ പഴിക്കാൻ ശ്രമിക്കുന്നത്, ആരുടെ തലയിലേക്കാണ് അത് കൊണ്ടുവയ്ക്കാൻ ശ്രമിക്കുന്നത്, അത് നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട കാര്യമാണ്. എല്ലാ കുരുക്കുകളും മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുവെക്കുന്നു. താൻ രാജിവെക്കില്ല എന്നും പകരം രാജിവെപ്പിക്കണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആകാമെന്നും പറയുമ്പോൾ എന്ത് തീരുമാനവും മുഖ്യമന്ത്രിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് സ്വയം കൈകഴുകി ഒഴിയുന്ന കെ.എം. എബ്രഹാം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് കുരുക്ക് കൊണ്ടുവയ്ക്കുന്നത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രിയിലേക്ക് ഇത് കൃത്യമായി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കെ.എം. എബ്രഹാമിനെ പെട്ടെന്ന് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അത് എബ്രഹാമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് രാജിവെക്കില്ല എന്ന് പറയാൻ കാണിക്കുന്ന ഈ ചങ്കൂറ്റവും അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കെ.എം. എബ്രഹാമിന് പിണറായിയെ വലിയ വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് പിണറായിക്കും കെ.എം. എബ്രഹാമിനെ വിശ്വസിക്കേണ്ട ഒരവസ്ഥയിലുമാണ്. അതുകൊണ്ട് കെ.എം. എബ്രഹാമിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ മുഖ്യമന്ത്രിക്ക് ആകില്ല എന്നുള്ള ഉറപ്പ് കെ.എം. എബ്രഹാം എന്ന് പറയപ്പെടുന്ന പഴയ ചീഫ് സെക്രട്ടറിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം എല്ലാ കുരുക്കുകളും
മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വച്ചൊഴിഞ്ഞ് കൈ കഴുകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ ഇനിയുള്ള ദിനങ്ങളിൽ, എണ്ണപ്പെടുന്ന ദിനങ്ങൾ, CBIയുടെ അന്വേഷണത്തിലേക്ക് പോകുന്ന KM എബ്രഹാമിനെ എങ്ങനെ രക്ഷിച്ചെടുക്കാമെന്നുള്ള തന്ത്രങ്ങളായിരിക്കും മെനയുക. അതിന് മുഖ്യമന്ത്രി കൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ KM എബ്രഹാമിൻ്റെ വഴികൾ ചിലപ്പോൾ കുറച്ചുകൂടി സുഗമമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.